ഇന്ന് വളരെ വേദനയോടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഭയാനകമായ സംഭവം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു. ഇരകളായ കുടുംബങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. രാജ്യം മുഴുവൻ ഇന്ന് അവരോടൊപ്പമുണ്ട്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ സംഭവം അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കും. ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല. ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിലെ ആക്രമണത്തിന് മറുപടിയായി പറഞ്ഞ വാചകങ്ങളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കുക. രാജ്യം ഒരു ഭീകരാക്രമണത്തെ നേരിട്ടിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടന ഇന്ത്യയിൽ വീണ്ടും ചവേറാക്രമണം നടത്തിയിരിക്കുന്നു. വളരെ ശൃംഖലകളായി വ്യാപിപ്പിച്ചുകൊണ്ട് രാജ്യത്തുടനീളം സ്ഫോടനങ്ങൾ നടത്താനിരുന്ന അവരുടെ ആസൂത്രണങ്ങളെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി തടഞ്ഞപ്പോൾ പോലും ഏറ്റവും ഒടുക്കം ഒരാളെ മാത്രം നമുക്ക് കൈമോശം വരുന്നു, ഡോക്ടർ ഉമർ. അങ്ങനെ ചെങ്കോട്ടയിൽ ഇന്നലെ സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കുന്നു. 12 ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും ഇതിന് ഇന്ത്യ മറുപടി നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. 2025 മെയ് 7 പുലർച്ചെ 1:44 ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഒരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിന്നൽ മിസൈൽ ആക്രമണത്തിന് സമാനമായി ഇന്ത്യ ഇന്ന് തിരിച്ചടിക്കുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. സൂത്രധാരന്മാർ ആരായാലും അടിവേര് വരെ ചികഞ്ഞെടുക്കും. നീതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്നതിന് കാത്തിരിക്കുകയാണ് ലോകം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും ഇന്നലെ രാത്രി മുഴുവൻ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതിനിടെ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണക്കാരായവർ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇന്ത്യയുടെ ഭരണാധികാരികൾ ദുരന്തത്തിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഒരു സാഹചര്യത്തിലും അവരെ വെറുതെ വിടില്ലെന്ന് രാജ്യത്തിന് ഉറപ്പ് നൽകി കഴിഞ്ഞു. രാജ്യത്തെ മുൻനിര അന്വേഷണ ഏജൻസികൾ സംഭവത്തെക്കുറിച്ച് വളരെ വേഗത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഈ അവസരത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ഓപ്പറേഷൻ സിന്ദൂരിന് പ്രതികാരം ചെയ്യുമെന്ന് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വനിതകൾക്കായി പ്രത്യേക പരിശീലനം തുടങ്ങിയപ്പോഴും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസർ പറഞ്ഞതും ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ്. കൂടാതെ ഐസിസ് തൊട്ട് അൽ-ഖ്വയ്ദ വരെയുള്ള ചെറുതും വലുതുമായ ഭീകര സംഘടനകളുടെ ഭീഷണിയും ഇന്ത്യക്ക് നേരെയുള്ളത് അവസാനിച്ചിട്ടില്ല. കശ്മീരിലെ സമാധാനം ഒട്ടും ഇഷ്ടമില്ലാത്ത ലഷ്കർ ഇ തോയ്ബയും തക്കം പാർത്തിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാനിൽ നിന്നും ഇന്ത്യ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട്. പഴയതുപോലെയൊക്കെ കരുത്തില്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറും താലോലിക്കുന്ന വലിയ സ്വപ്നം അത് ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകുക എന്ന് തന്നെയാണ്. ഇന്ത്യൻ സൈന്യമാണ് ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശത്രു. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറാണ് അക്ഷരാർത്ഥത്തിൽ ജെയ്ഷെയുടെയും മസൂദിന്റെയും ചിറകരിഞ്ഞു വീഴ്ത്തിയത്. ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ഡോക്ടർ ഷഹീൻ ഷാഹിദ് പിടിയിലായിരുന്നു. ഇവർക്ക് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്നടക്കം സംശയിക്കപ്പെടുന്നു. അന്വേഷണം ആ രീതിയിൽ വ്യാപിക്കുകയാണ്. ഇവരുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് വലിയൊരു നെറ്റ്വർക്ക് ഇന്ത്യക്കെതിരായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഉമറും മുസ്ലിലും ജോലി ചെയ്തിരുന്ന ഫരീദാബാദിലെ സർവകലാശാലയിൽ പരിശോധനയടക്കം നടന്നു വരുന്നുണ്ട്. ഡോക്ടർമാരും വിദ്യാർത്ഥികളും ജീവനക്കാരും അടക്കം 8 പേരെ ഇതിനോടകം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ കനത്ത തിരിച്ചടി നേരിട്ട് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയതായും അതിന്റെ ആദ്യത്തെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത്ത് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചതായും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ ഇതിന് തിരിച്ചടി നൽകിയിരിക്കും. ബുദ്ധന്റെ വാക്കുകൾ കേട്ട് സമാധാനം സമാധാനം എന്ന് പറയാതെ അടിച്ചാൽ തിരിച്ചടി, നേഷൻ ഫസ്റ്റ് എന്നൊരു പോളിസിയിലേക്ക് ഇന്ത്യ വന്നു കഴിഞ്ഞു. ഇന്ത്യ ഫസ്റ്റ്. ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന നയതന്ത്ര ബന്ധങ്ങളിൽ നമ്മൾ ഏർപ്പെടും. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ, പരമാധികാരത്തെ, ഇന്ത്യയുടെ ജനങ്ങളെ തൊട്ടുനോവിച്ചാൽ ഇന്ത്യ പ്രതികരിക്കും. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. എത്ര മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നത് മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത്.